ഹലോ എവരിവൺ, നമ്മൾ ക്ലാസ് 11th ഫസ്റ്റ് ചാപ്റ്ററായി യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിലെ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ പാർട്ടിന്റെ പേരാണ് ഡയമെൻഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു 7 പേരുടെ ഡയമെൻഷൻസ് എന്താണ്. അതിനു മുമ്പ് എന്താണ് ഡയമെൻഷൻ? നമ്മൾ കേട്ടിട്ടുണ്ട് 3 ഡയമെൻഷൻ, 4 ഡയമെൻഷൻ, 5 ഡയമെൻഷൻ അല്ലേ? യെസ്. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റിയുടെ, അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഫീച്ചറാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോണിന്റെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയായിരിക്കാം? ഒരു 11 സെന്റിമീറ്റർ, ഒരു അപ്രോക്സ് 11 സെന്റിമീറ്റർ ലെങ്ത്, പിന്നെ അതേപോലെ തന്നെ 3 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 7 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്. ഇതൊക്കെയാണ് ഒരു ഡയമെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മുടെ ചാപ്റ്ററിൽ ഒരു പ്രത്യേക രീതിയിലാണ് ഡയമെൻഷൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഡയമെൻഷൻസ് നമ്മൾ ഈ 7 പേരെ എവിടെയോ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. യെസ്, ആദ്യത്തെ പാർട്ടിൽ SI യൂണിറ്റ്. ഈ 7 പേരുടെ SI യൂണിറ്റ് നമ്മൾ പഠിച്ചു, പക്ഷേ ഈ ഒരു ഡയമെൻഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചോ? ഇല്ല. അതാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലെങ്ത്തിന്റെ ഡയമെൻഷൻ എല്ലാം. ഓക്കെ, ഡയമെൻഷനെ നമ്മൾ ഒരു സ്പെഷ്യൽ രീതിയിൽ ഇങ്ങനെ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഇട്ട് എഴുതും. ഇനി ടൈമിന്റെയോ? സെക്കൻഡ്, അല്ലെങ്കിൽ സോറി, ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ്, പക്ഷെ ഡയമെൻഷൻ ക്യാപിറ്റൽ T. ഇനി മാസോ? മാസ് M എന്ന് എഴുതും. SI യൂണിറ്റും ഡയമെൻഷനുമായിട്ട് നിങ്ങൾ ഒരിക്കലും കൺഫ്യൂഷൻ വരുത്തരുത്. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടൈമിന്റെയും ടൈമിന്റെയും മാസിന്റെയും കിലോഗ്രാമും സെക്കൻഡുമാണ്. പക്ഷേ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ Tയും Mഉം ആണ്. ഓക്കെ, ആ ഒരു വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, ഇനി കറണ്ടിൽ ഇവിടെ വ്യത്യാസം വരുന്നുണ്ട്. SI യൂണിറ്റ് തന്നെയാണ്, ആംപിയർ. അത് നമ്മൾ പെട്ടിയിലില്ല. ഇനി ടെമ്പറേച്ചറോ? ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് കെൽവിൻ അല്ലേ? യെസ്, നമ്മൾ K എന്ന് വെച്ച്. T ഒരിക്കലും വെക്കില്ല. T എന്ന് പറയും ടൈമിനെ വെക്കുള്ളൂ. ഓക്കെ, ഇനി ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില അല്ലേ? പെട്ടിയിലുള്ളിലാക്കി. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ അല്ലേ? അതും പെട്ടിയിലുള്ളിലാക്കി. ഇത്രയുമാണ് നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷനെ ബേസിസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ ഉള്ളത്. ഓക്കെ, ഇനി ഇവരുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കുറച്ച് ക്വാണ്ടിറ്റീസിനെയും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? യെസ്, ആദ്യത്തെ ആളാണ് നമ്മുടെ സ്വന്തം വെലോസിറ്റി. രണ്ടാമത്തെ ആളാണ് നമ്മുടെ ഫോഴ്സ്. മൂന്നാമത്തെ ആളാണ് നമ്മുടെ എനർജി. ഓക്കെ, ഞാനിവിടെ 3 ആൾക്കാരെ മാത്രമേ പറയുന്നുള്ളൂ. ഇനി 3 അല്ല, നമുക്കൊരു 6 ആൾക്കാരെ പറഞ്ഞാലോ? യെസ്. ഇനി ഒരു 4ാമത്തെ വോള്യം. പിന്നെന്താ നമ്മൾ എടുക്കുക? അല്ല, ഇതിന് ശേഷം നമുക്ക് പറയാം. ഓക്കെ, യെസ്. നമ്മൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പോവാം. അതിൽ നിന്ന് ഈ ഒരു വെലോസിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതുക. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈം. ഇനി ഡിസ്റ്റൻസ് എന്താണ്? എനർജിയാണോ? അല്ല, ലെങ്ത് അല്ലേ? അതെ, ലെങ്ത് ആണ്. ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താണ്? L. ഇനി T പറഞ്ഞ ടൈം അല്ലേ? ടൈമിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ T. ഇനി കൊടുത്തോളൂ, LT എന്ന് കൊടുത്തു. ഇത് T⁻1 ആണ്. മോളിക്ക് പോകുമ്പോൾ ഇത് T⁻−1 ആവും. ഇനി എല്ലാത്തിനും കൂടി പെട്ടിയിൽ വെച്ചു. യെസ്, LT⁻−1 അല്ലേ? യെസ്. ഇനി ഫോഴ്സ്. ന്യൂട്ടൺസ് ലോ പ്രകാരം ഫോഴ്സ് ഈസ് ഈക്വൽ ടു NA ആണ്. ഇനി മാസിന്റെ M. ഇനി ആക്സിലറേഷൻ. വാട്ട് ഈസ് ആക്സിലറേഷൻ? ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? നമുക്ക് മൂന്നാമതായി ആക്സിലറേഷനെ തന്നെ ചേർക്കാം.
ആക്സിലറേഷൻ എന്തായിരിക്കും ആക്സിലറേഷൻ? വാട്ട് ഈസ് ആക്സിലറേഷൻ? യെസ്, a is equal to velocity by t അല്ലേ? യെസ്, നമ്മൾ കൊടുത്തു. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ lt raised to -1. ഇനി ബൈ ടി ഉണ്ട്, ഇത് t raised to 1 ആണ്. ഇനി മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? യെസ്, lt ഇൻറ്റു t raised to -1 ആവും. a raised to m ഇൻറ്റു a raised to n എന്ന് പറഞ്ഞാൽ a raised to m plus n അല്ലേ? അപ്പോൾ t raised to -1 ഇൻറ്റു t raised to -1 t raised to -2 ആവും. ഓക്കെ, ഇതാണ് ആക്സിലറേഷൻ. ഇനി ഈ ആക്സിലറേഷന്റെ ഡയമെൻഷൻ കിട്ടി, ഫോഴ്സിന് എം എന്താണെന്ന് കിട്ടി. ഇനി ആക്സിലറേഷൻ ഡയമെൻഷൻ lt raised to -2. അപ്പോൾ ഇതിന്റെ മൊത്തത്തിലുള്ള ടോട്ടൽ ഡയമെൻഷൻ യെസ് mlt raised to -2. ഓക്കെ, എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായി ഒരാളെയും കൂടി നോക്കാം. ഓക്കെ, അടുത്തതായി വേറെ ഒരാളെയും കൂടി നമ്മൾ നോക്കുന്നു. അതാണ് നമ്മുടെ എനർജി. നമ്മൾ ഏതെങ്കിലും ഒരു എനർജി എടുക്കുകയാണ്. ഞാനിപ്പോൾ ½ mv² എടുത്തു. ½ mv² എനർജി ഇല്ല, കൈനറ്റിക് എനർജി. ഇനി നമ്മൾ ആദ്യം ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, ഹാഫ് എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് അല്ലേ? യെസ്, ഇങ്ങനെയുള്ള കോൺസ്റ്റന്റുകൾക്ക് ഒരിക്കലും ഒരു ഡെറിവേറ്റീവ് ഉണ്ടാകില്ല. ഹാഫ്, പൈ, 3/5, 4/3 എന്ന് പറയുന്ന ഏതെങ്കിലും കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവർക്കൊന്നും എന്തില്ല? യെസ്, ഡയമെൻഷൻ ഇല്ല. നമ്മൾ കോൺസ്റ്റന്റിൽ നിന്നും ഡെറിവേറ്റീവ് ഇല്ല എന്ന് പഠിച്ചിട്ടില്ലേ? യെസ്, അതേപോലെ തന്നെ എന്തില്ല? കോൺസ്റ്റന്റിനൊന്നും ഡയമെൻഷൻ ഇല്ല. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ മാസിന്റെ ഡയമെൻഷൻ m, വെലോസിറ്റിയുടെ എന്തായിരുന്നു? യെസ്, lt raised to -1 ന്റെ ഹോൾ സ്ക്വയർ. ഇനി m ഉള്ളിലേക്ക് സ്ക്വയർ കൊണ്ടുവന്നു, l² e raised to -1 into 2, യെസ് -2. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പവറിന്റെ ഡയമെൻഷൻ. പവറിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? പവർ is equal to വർക്ക് ബൈ ടൈം. വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു എനർജി അല്ലേ? അതെ. അപ്പോൾ ml² t raised to -2 ഡിവൈഡഡ് ബൈ t. അപ്പോൾ എന്ത് വരും? t raised to -2നെ t raised to 1നെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോയാൽ t raised to -1 ആവും. അപ്പോൾ എന്ത് വരും? യെസ്, ml² t raised to -2 പ്ലസ് -1, -2 പ്ലസ് -1 എന്ന് പറഞ്ഞാൽ -3 ml² t raised to -3. ഓക്കെ, ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റീസിന്റെ നമ്മൾ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ലോ നമുക്ക് പഠിക്കാനുണ്ട്. ആ ലോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.